സോ ഗുഡ് ഈവനിങ് എവരി വൺ. റെക്കോർഡിംഗ് ഓൺ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്, ഹൗ ടു മേക്ക് സെൻറ്റൻസസ്. കാരണം നമ്മുടെ ആശയങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കാൻ തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ വാക്യങ്ങൾ എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്ന കാര്യം നമുക്ക് നന്നായിട്ട് അറിയണം. അപ്പോൾ വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഈ കൺവേർഷൻ ശരിക്കും പരിഭാഷ അല്ല കേട്ടോ. പരിഭാഷ എന്ന് മനസ്സിലാക്കരുത്. കാരണം നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് സംസാരിക്കുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ലാഗ് വരും. തുടക്കത്തിൽ പിന്നെ പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ടാസ്കിൻ്റെ കാര്യം ഞാൻ പറയട്ടോ. ടാസ്ക് തന്നിരുന്നതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ തുടക്കത്തിൽ അങ്ങനെ ഒരു വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എങ്ങനെ ഈ മൊഴിമാറ്റം, അതായത് നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുക ഇംഗ്ലീഷിൽ പറയാം. പക്ഷേ അതിൻ്റെ പോരായ്മ മനസ്സിലായല്ലോ. പലപ്പോഴും നമുക്ക് നല്ലൊരു ഫ്ലുവൻ്റ് ആയിട്ട് ഒരു എന്താ പറയുക ഇടതടവ് ഇല്ലാതെ നല്ല വേഗത്തിൽ പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ന്യൂനത അതിനുണ്ട്. ഒരു ഷോർട്ട് ബാക്ക് ഡ്രോബാക്ക് അതിനുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള എന്താ വെച്ചാൽ നമ്മൾ ഓരോ സാഹചര്യത്തിലും എന്താണ് ഇംഗ്ലീഷ് പറയേണ്ടത് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾ ഒരു റൂമിൽ കയറുകയാണ്. ആ റൂമിൻ്റെ അകത്ത് പാമ്പുണ്ട്, നല്ല വിഷമുള്ള ഒരു പാമ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ എങ്ങനെയാവും നിങ്ങളെ മനസ്സിലുള്ള ആ കാര്യം പ്രകടിപ്പിക്കുക അല്ലേ? അത് ആദ്യം മലയാളത്തിൽ ഉദ്ദേശിക്കാണ്ട് ഇംഗ്ലീഷിൽ പറയാൻ സമയമുണ്ടോ? അപ്പോൾ ഇതിന് പാമ്പിൻ്റെ പണി കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പറയുക എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നൊക്കെ ഓൾറെഡി നമ്മൾ മനസ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യം, ആ സാഹചര്യത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് ആദ്യം ഓർത്ത് വെക്കുക. ശേഷം ആ രീതി പഠിക്കുക. അവരുടെയൊക്കെ മൈക്ക് ഓൺ ആണ് കേട്ടോ. മൈക്ക് ഓണുള്ളൊന്ന് ഓഫ് ചെയ്തോളൂ. കാരണം മക്കളെ സൗണ്ട് ഇതിൽ കേൾക്കുമ്പോൾ, മക്കൾ നിങ്ങളെ കൂടെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ സൗണ്ട് ഇതിൽ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് പ്രയാസം വരും. സോ അവരുടെയൊക്കെയോ മൈക്ക് ഓൺ ഉണ്ട്, ഒന്ന് ഓഫ് ചെയ്ത് വെച്ചോളൂ. യെസ്, ശ്രദ്ധിക്കൂട്ടെ. പിന്നെ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. ആരോ ഒന്നോ രണ്ടോ ആൾക്കാരെ മൈക്ക് ഓണാണ്, അവർ അത് ശ്രദ്ധിക്കുന്നില്ല. നോക്കിക്കോളൂ. നിങ്ങളൊന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൈക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി മൈക്കാർ ഓൺ ആക്കരുത്. ഓൺ ആക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നോർമലി ഇതാണ് ഈ ഒരു സാഹചര്യം. സിറ്റുവേഷണൽ ഇംഗ്ലീഷ് എന്ന് പറയും. പക്ഷേ ഇന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏറ്റവും നല്ല രീതി, സംസാരിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല രീതി, അങ്ങനെ പഠിച്ച് ഒരു 1-2 മാസം കൊണ്ട് നല്ല ഒഴുക്കോടുകൂടി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഈ രീതി വളരെ പര്യാപ്തമാണ്. അത് അത് പ്രൂവ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് മുമ്പ് ടാസ്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ടാസ്കിൽ നമ്മളൊരു പരിമിതി, ഒരു സമയത്തിൻ്റെ ഒരു പരിധിയൊന്നും നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ ഏതാനും ട്രെയിനീസ് തന്നെ എനിക്ക് വാട്സപ്പിൽ വോയിസ് അയച്ചിരുന്നു. സാറേ ടൈം ഉണ്ടോ, ഇനി ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ആസ് ഏർലി ആസ് പോസിബിൾ, കഴിയുന്നത്ര പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെയുള്ള ഈ ടാസ്കുകൾ ഇനി നമുക്ക് കുറച്ചും കൂടി ടാസ്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ടാസ്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഭാഷ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഭാഷയിൽ വരുള്ളൂ. അപ്പോൾ അതിന് ഇങ്ങനത്തെ ടാസ്കുകൾ വേഗം ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അടുത്തതായിട്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടാസ്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. എനിക്ക് വളരെ സന്തോഷമായൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു 3-4 ട്രെയിനീസ് വീഡിയോ അയച്ചിരുന്നു. ആ വീഡിയോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ കീപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ശേഷം
കോൺവൊക്കേഷനും കഴിഞ്ഞ് ഏതെങ്കിലും സ്ഥാപനത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇൻ്റർവ്യൂ കാർഡോ ഇൻ്റർവ്യൂ അവസരമോ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് അവരുടെ വിശ്വസനീയത കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. കാരണം നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ നമ്മുടെ വോയിസ്, നമ്മുടെ ഒരു എനർജി എല്ലാം വ്യക്തമാക്കുന്ന രീതിയിലുള്ള വീഡിയോ ആയിരുന്നു അത്. ജസ്റ്റ് ഒരു 30 സെക്കൻഡോ 40 സെക്കൻഡോ ഉള്ള വീഡിയോ മാത്രമാണ്. തസിന റഹീം, ടാസ്ക് എന്താ വെച്ചാൽ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 6 ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഹൂ ആർ യു, വേർ ആർ യു ഫ്രം, ഹു ഈസ് യുവർ ഫാദർ ആൻഡ് വാട്ട് ഈസ് ഹിസ് ജോബ്, ഹു ഈസ് യുവർ മദർ, വാട്ട് ഈസ് ഹെർ ജോബ്, ആൻഡ് ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം, ആൻഡ് ദെൻ വാട്ട് ഈസ് യുവർ ആംബിഷൻ. സോ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയി. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ഓഡിയോ ആയി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങളെ താല്പര്യം. ഇതിലേത് ഒന്ന് ചെയ്യണം കേട്ടോ. ആ ഓഡിയോ നമുക്ക് അയക്കാൾ നമ്പർ ഞാൻ തന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ എൻ്റെ മാസ്റ്റർ വാട്സപ്പ് ഇല്ലേ, തൽക്കാലം അതിലേക്ക് തന്നെ അയച്ചോളൂ കേട്ടോ. ഓക്കെ, മാസ്റ്റർ വാട്സപ്പിൽ അയച്ചോളൂ. എന്താ വെച്ചാൽ അതിലിപ്പോൾ ഓൾറെഡി ഏകദേശം കണ്ടമാനം ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഹാങ് ആണ്. അപ്പോൾ നിങ്ങൾ മാസ്റ്റർ വാട്സപ്പിൽ തന്നെ അയച്ചോളൂ. വേറെ വാട്സപ്പുകളുണ്ട്, പക്ഷെ നമ്പറൊന്നും എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഓരോരുത്തരും ചെയ്യുക. ഇത് കഴിഞ്ഞ ശേഷം അടുത്ത ആഴ്ച മുതൽ നമുക്ക് മറ്റൊരു ടാസ്ക് വരുന്നുണ്ട്. അടുത്ത ക്ലാസ് മുതൽ തന്നെ ഞാൻ ടാസ്ക് തരും. അപ്പോൾ ഈ ആഴ്ചയിൽ ക്ലാസ് കുറച്ച് വൈകി. കാരണം എന്താ വെച്ചാൽ ഞാൻ നമ്മുടെ സ്കൂൾ എക്സാം സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ഈ ഈവനിങ്ങിൽ ഏതാനും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുക്കേണ്ടി വന്നു, ലീവ് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈവനിങ്ങിൽ നമ്മൾ ക്ലാസ് ഈവനിങ് ആയതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കോട് കൂടി വലിയ പ്രയാസം മാറി കിട്ടും എന്നെൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് നമുക്ക് ശനിയോ അല്ലെങ്കിൽ ഞായറോ ഒക്കെ പിന്നെ അറേഞ്ച് ചെയ്യാം. ഞാൻ അറിയിക്കും, ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത ടാസ്ക് പറയുകയാണ്. ടാസ്ക് ഇപ്പം ചെയ്യണ്ട, ടാസ്കിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു. ടാസ്ക് എന്താണെന്നും പറയുന്നില്ല, ടാസ്കിൻ്റെ ഒരു റിവ്യൂ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റു രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ശീലം, നിങ്ങളുടെ ശീലങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ടാസ്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ടാസ്ക് ഈ ഒരു സാറ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ആൻസറേ ഉള്ളൂ, ടു ട്രെയിൻ യു ടു സ്പീക്ക് ഇംഗ്ലീഷ് വെൽ. നിങ്ങളെക്കൊണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിപ്പിക്കുക. അതിന് ഇങ്ങനെയുള്ള കുറേ പരിശീലനങ്ങൾ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഫ്രം ദ ടൈം ദാറ്റ് യു വേക്ക് അപ്പ് ഇൻ എവറി ഡേ you do a lot of activities like daily chores. They are known as daily chores. Daily course അല്ല, CHORES ആണ്. അത് ചോഴ്സ് എന്നല്ല പറയാ, കോഴ്സ് എന്നാ പറയാ, ഡെയിലി കോഴ്സ്. അപ്പോൾ ഈ ഡെയിലി കോഴ്സായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫ്രം 5:30 or 5 o'clock you wake up, I mean in the early morning, and after that you wash your mouth, or you do daily routine. അത് നമുക്ക് വേണമെങ്കിൽ അവിടെ റുട്ടീൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കാരണം മൗത്ത് വാഷ് ചെയ്യുന്നതും ഉദു എടുക്കുന്നതും, ഉദുവിന് ഇംഗ്ലീഷിൽ അബ്ലൂഷൻ എന്നാണ് പറയട്ടെ. ടേക്ക് അബ്ലൂഷൻ, ABLUTION, ABLUTION, അബ്ലൂഷൻ ഉദുവാണ്. അത് ഈ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ അംഗശുദ്ധി വരുത്തണം. അപ്പോൾ അംഗശുദ്ധി വരുത്തുന്നതിന് എന്താ പറയുക, അബ്ലൂഷൻ എന്ന് പറയും. ഇനി നമുക്ക് മറ്റു പ്രാർത്ഥനകളാണെങ്കിൽ നമുക്ക് മോർണിംഗ് പ്രേയർ. ഓക്കെ, ഇനി കുളിക്കുന്നതിന് പറയാ ടേക്ക് എ ബാത്ത് ആണ്. ടേക്ക് ബാത്ത് പറഞ്ഞാൽ കുളിക്കുകയാണ്. സോ ഇങ്ങനെ നമുക്ക് ഫ്രം ഏർലി മോർണിംഗ് ടു ലേറ്റ് നൈറ്റ്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് യു ഡു ഡെയിലി? വി ഹാവ് ടു എക്സ്പ്രസ് those activities in English language. Okay,
അത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റൈലായിട്ട് ഒന്ന് പറഞ്ഞ് ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും വേണമെങ്കിൽ ഇപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷൻ തന്നെ വേണമെങ്കിൽ ഓരോ ദിവസവും മാറി മാറി ഇങ്ങനെ റെക്കോർഡ് ചെയ്യാം. എന്തായാലും ഫോൺ ഉണ്ടല്ലോ, വേറെ അയച്ചു കൊടുക്കണ്ട കേട്ടോ. വേണമെങ്കിൽ ഹസ്സിന് അയച്ചു കൊടുത്തോളൂ. അദ്ദേഹത്തോട് ഓരോ ദിവസവും നിങ്ങൾക്ക് വന്ന ഇമ്പ്രൂവ്മെന്റ് എന്താണെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് ചോദിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ മൊബൈലിൽ അങ്ങനെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് വീഡിയോ ഓരോ ദിവസവും സെൽഫ് ഇൻട്രഡക്ഷൻ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാട്ടോ. പക്ഷെ ഫോണിൽ പിന്നെ സ്റ്റോറേജ് ഫുൾ ആവുകൊണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇപ്പോഴത്തെ ഫോണൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ റെക്കോർഡിങ്ങിന് വലിയ MB വലിച്ചെടുക്കുന്നതാണ്. നമ്മളിപ്പോൾ 1 മിനിറ്റ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 100 MB 150 MBയോളം ഇപ്പം ഏത് ചെറിയ ഫോണും എന്ത് ചെയ്യും, അത് എടുക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 7 ദിവസമൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 1 GB എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയും. അപ്പോൾ അത് ശ്രദ്ധയിൽ വേണം. ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ഇന്ന് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ഞാൻ തരുന്നില്ല, അടുത്ത ക്ലാസ്സിലെ തരുള്ളൂ. ഡീറ്റെയിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എല്ലാവരും അത് കാണാനും കേൾക്കാനുമായിട്ട് തയ്യാറായിരിക്കാം. ദെൻ ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വേർ ഡു വി സ്റ്റോപ്പ്, നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മൾ ആദ്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പഠിച്ചു അല്ലേ? ഇപ്പം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പഠിച്ചു. പിന്നീട് നമ്മൾ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പറയാൻ പഠിച്ചു. അവസാനം പഠിച്ചത് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത്രയും എല്ലാവർക്കും ഒരുവിധം ഓർമ്മയിലുണ്ടോ? പിന്നെ ഒന്ന് പറയൂ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് പറയാം. അതായത് ആദ്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഐ നോ ഇംഗ്ലീഷ്. ഇതൊരു അവസ്ഥ. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ അവസ്ഥകൾ പറയുന്ന രീതികളുണ്ട്. ഈ അവസ്ഥകൾ പറയുന്ന രീതിക്കാണ് KNOW നോ, KNOW നോ, അറിയുക എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സോ ഐ നോ ഇംഗ്ലീഷ് അതൊരു അവസ്ഥയാണ്. ഓക്കെ, സോ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അത് നെഗറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. എങ്ങനെ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാം? ഐ ഡു നോട്ട് നോ. ഈ ഡു നോട്ട് ചുരുങ്ങിയിട്ട് ഡോണ്ട് എന്നായി മാറും. അത് ഡോണ്ട് എന്ന് പറയാതെ ജോൺ എന്ന് പറയാം. പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇവിടുന്ന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ല രീതിയിലുള്ള ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് തന്നെയാണല്ലോ കേട്ടോ. ഈ ഡോണ്ട് എന്ന് പറയാതെ ഞാൻ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് നോക്കിക്കോളൂ. ജോൺ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ശരിക്കും നോ എന്ന് പറഞ്ഞ വാക്കിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ പിന്നെ ആരും ചിരിക്കരുത്, നൗ എന്നാണ്. നോ എന്നല്ല, നൗ എന്നാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ് ഞാൻ ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, വെൽക്കം ബാക്ക്. ക്ലാസ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഐ നോ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവോ? അതാണ് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത് പറഞ്ഞത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത് പറയാൻ പോകുന്നത് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലായ്പ്പോഴും യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നൊക്കെ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ക്വസ്റ്റ്യൻസിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇപ്പൊ നമ്മൾ ഈ വാക്യത്തിൽ ഡു എന്ന ഒരു ഓക്സിലറി, ഡു എന്ന ഒരു സഹായക്രിയ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് അതിന്റെ കൂടെ നോട്ടൊക്കെ ചേർന്ന് ചുരുങ്ങുന്നത്. ആ ഡൂനെ ആരംഭത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഡു യു നോ ഇംഗ്ലീഷ്, ഡു യു നോ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ അതൊരു എന്താ പറയുക, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഡു യു നോ ഇംഗ്ലീഷ്, ഡു യു നോ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ ഇനി ഇതിന്റെ ആൻസർ എല്ലായ്പ്പോഴും പറയുന്നത് എങ്ങനെയാ വെച്ചാൽ യെസ് ഐ ഡു എന്നാണ്. നമുക്ക് അറിയാമെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയണം. നമുക്ക് അറിയുന്നില്ലെങ്കിൽ നോ ഐ ഡോണ്ട്. യെസ് ഐ ഡു, നോ ഐ ഡോണ്ട്. ഇനി ഇപ്പോൾ ഈ ആൻസർ മാത്രം പഠിച്ചാൽ മതി. ഇനി 1-2 ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആൻസറിൽ കുറച്ച് മാറ്റം വരുത്തണം. എന്നിട്ട് സെർട്ടൻലി ഐ ഡു, ഐ ഡു ഇൻഡീഡ്,
സെർട്ടൻലി ഐ ഡോണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഓഫ് കോഴ്സ് ഐ ഡു, അങ്ങനെയൊക്കെയുള്ള ആൻസറുകളുണ്ട്. അതും കൂടി നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ റീപ്ലേസ് വരണം, അതിന് മറുപടികൾ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് പറയാൻ കഴിയണം. ഓക്കെ, നിങ്ങൾ മനസ്സിലായല്ലോ സംഭവം. അപ്പോൾ ഡു യു നോ ഇംഗ്ലീഷ്, അത് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇത് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത്. ഡോണ്ടിനെ ആരംഭത്തിൽ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾക്കിപ്പോൾ അല്ലേ, ഇല്ലേ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ, നിനക്ക് ഇംഗ്ലീഷ് അറിയൂലേ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ, അങ്ങനെ ആവുമ്പോൾ ഡോണ്ട് യു നോ ഇംഗ്ലീഷ്, ഡോണ്ട് ആരംഭത്തിലേക്ക് കൊണ്ടുവരിക. ഡോണ്ട് യു നോ ഇംഗ്ലീഷ്. അപ്പോൾ ഐ നോ ഇംഗ്ലീഷ്, ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഡു യു നോ ഇംഗ്ലീഷ്, ഡോണ്ട് യു നോ ഇംഗ്ലീഷ്. ഇത്രയും ക്ലിയർ ആകണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ്. നമുക്ക് ഈ ഓർമ്മിപ്പിക്കൽ എന്തായാലും വേണ്ടി വരും, അത് അടുത്ത ക്ലാസ്സുകളൊക്കെ വേണ്ടി വരും. ഓക്കെ, എന്നാലേ കാര്യങ്ങൾ കൃത്യമായി പഠിയുള്ളൂ. ഇനി നമുക്ക് 2 സെന്റൻസ് അടുത്ത് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് പറഞ്ഞ മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ 4 സെന്റൻസും ക്ലിയർ ആയെങ്കിൽ ഒന്ന് തമ്പിം പ്രശ്നമോ അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. സംഭവം ക്ലിയർ ആണെങ്കിൽ, ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയാൻ വെക്കട്ടോ, നമുക്കൊന്നുകൂടി പറയാം. ഓക്കെ, ഒരുവിധം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒറ്റ വാക്യം, ഒരേ ഒരു വാക്യം തന്നെ, നമുക്ക് ഒരുപാട് കാട് കയറിയ വാക്യങ്ങളൊന്നും വേണ്ട. ഇത് പഠിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ വാക്യം ഉണ്ടാക്കാം. അപ്പോൾ ഐ നോ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയാം. നോൻ്റെ സ്പെല്ലിങ് മനസ്സിൽ വേണം. KNOW ആണ്. പക്ഷെ കെയും ഡബ്ല്യൂയും ഇവിടെ നമ്മൾ വായിക്കാൻ പാടില്ല. അപ്പോൾ നൗ എന്ന് മാത്രമാണ് ആ വാക്ക് വായിക്കേണ്ടത്. ഐ നോ ഇംഗ്ലീഷ്, അതൊരു പോസിറ്റീവായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഉള്ള കാര്യങ്ങളെയാണ് പോസിറ്റീവായ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുക, ഇല്ലാത്ത കാര്യങ്ങളെയാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഐ നോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിലുള്ള കാര്യമാണ്. സോ അവിടെ കാര്യം ക്ലിയർ ആണ്, ഐ നോ ഇംഗ്ലീഷ്. ഇനി രണ്ടാമത്തേതിൽ പറയുമ്പോൾ ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി തേർഡിലേക്ക് വരുമ്പോൾ ഡു യു നോ ഇംഗ്ലീഷ്, നമ്മൾ ഈ ഡു എന്ന വേർഡിനെ ആരംഭത്തിൽ കൊണ്ടുവരുന്നു. ഡു യു നോ ഇംഗ്ലീഷ് എന്നാണ് ചോദിക്കുന്നത്, ഡു യു നോ ഇംഗ്ലീഷ്. ഇനി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ പറയണം കേട്ടോ. കാരണം നമ്മൾ ഓരോ വാക്കുകളും വേറെ വേറെ പറയുന്നതല്ല ഇംഗ്ലീഷ്. പകരം ഇപ്പം നമ്മൾ ഒരു വാക്ക് ഞാൻ പറയാം, ഐ വിൽ ഗോ. നിങ്ങൾക്കറിയാം, അർത്ഥം പലർക്കും അറിയാമായിരിക്കും. ഞാൻ പോകും എന്ന ഫ്യൂച്ചർ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഐ വിൽ ഗോ എന്ന് പറയുന്നത്. എന്നാൽ ഇത് ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഐൽ ഗോ, വില്ലൊന്നും പുറത്തേക്കൊണ്ട് വരില്ല, ഐൽ ഗോ അങ്ങനെ പറയുള്ളൂ. കാരണം ഈ വില്ലൊക്കെ ചുരുങ്ങിയിട്ട് ഇല്ലായിട്ട് മാറുകയാണ്. അതുപോലെ ഹാവ്, എനിക്ക് ഒരു കാറുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഐ ഹാവ് എ കാർ എന്നാണ് പറയുക. എന്നാൽ ഒരു സായിപ്പും ഐ ഹാവ് എ കാർ എന്ന് തെളിച്ച് പറയില്ല, ഐവ് കാർ. അപ്പോൾ ഈ ഐവ് കാർ എന്ന് പറയുമ്പോൾ അതിലെന്തായി, ഹാവ് അങ്ങോട്ട് ഉൾപ്പെട്ടു. അപ്പോൾ നമ്മളിത് കൂടുതൽ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കും അറിയാതെ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു വേഗത കൈവരും. ഇതേപോലെ വാക്കുകൾ മാറുകയും ചെയ്യും. മനസ്സിലായി? അത് നല്ലതാണത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഡു നോ ഇംഗ്ലീഷ്, ഡു യു നോ എന്നല്ല, ഡു കണ്ട ആ ഡു അതിൻ്റെ കൂടെ യുമ്പാടെ ചേരുമ്പോൾ ഡു നോ ഇംഗ്ലീഷ് എന്നാണ് സ്പീഡിൽ പറയുക. ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കേണ്ട അന്ന് ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം PGക്ക് പഠിക്കുകയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ. അന്ന് ഞങ്ങൾക്ക് ഫോണറ്റിക്സ് ഉച്ചാരണശാസ്ത്രം പഠിപ്പിച്ചിരുന്നത് അവിടുത്തെ ഒരു വയോധികനായ സാഹിബായിരുന്നു. അദ്ദേഹം സാഹിബാണ്. നമ്മൾ കലക്ടർ യൂണിവേഴ്സിറ്റിയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രൊഫസർ CA ഷെപ്പേർഡ്. പേരിൻ്റെ മലയാളമല്ല കേട്ടോ, കാരണം ഇംഗ്ലീഷുകാരനാണ്. പിന്നെ പ്രൊഫസർ CA ഷെപ്പേർഡ്. അപ്പോൾ ഈ ഷെപ്പേർഡ് സാറ് ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിന് വന്ന് പറഞ്ഞൊരു കാര്യം,
പിന്നെ എൻ്റെ ഓർമ്മയിലുണ്ട്, സാറ് ചോദിച്ചു, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് ഹോളിവുഡ് മൂവീസ്? അപ്പോൾ സംഭവത്തിലുള്ളൂ, നിങ്ങൾക്ക് ഈ ഹോളിവുഡ് മൂവീസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോയെന്ന്. അപ്പോൾ സാറ് പറഞ്ഞൊരു യാഥാർത്ഥ്യമായിരുന്നു, ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന മുഴുവൻ രാഷ്ട്രക്കാർക്കും, അത് ഇന്ത്യക്കാരാവട്ടെ, ഇനി ഗൾഫ് രാജ്യങ്ങളിൽപ്പെട്ട അറബികളാവട്ടെ, അവർക്കൊക്കെ ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് ആണല്ലോ അല്ലേ? ഇംഗ്ലീഷുകാരല്ലാത്ത ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് ഫോറിൻ ലാംഗ്വേജ് ആണ്, വിദേശ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നവരൊക്കെ നമ്മൾ ഈ അക്ഷരം വാക്കുകൾ അതേപോലെ പറഞ്ഞ് പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഇംഗ്ലീഷിൻ്റെ ഒഴുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷിൻ്റെ ഒഴുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഞാൻ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജിനോ ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഹോളിവുഡ് സിനിമ കണ്ടാലും അതിൽ ഇതേ മോഡൽ പറയുമ്പോഴേ മനസ്സിലാവും. ഓക്കെ കേട്ടോ, ഇത് മലയാളത്തിൽ ഈ കുഴപ്പം നല്ലോണം ഉണ്ട് എന്ന് ആദ്യം തിരിച്ചറിയുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നെക്സ്റ്റ് വാക്യം ഞാൻ പറയാൻ പോവുകയാണ്. അടുത്ത വാക്യം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, WH ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ WH ക്വസ്റ്റ്യൻ വേർഡ്, WH ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തതായിട്ട് പറയാനും പഠിക്കാനും പോകുന്നത്. ഈ WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? W കൊണ്ടോ H കൊണ്ടോ ആരംഭിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് ഒരു ക്വസ്റ്റ്യന്റെ ആരംഭത്തിൽ വരികയാണെങ്കിൽ അത്രയും ക്വസ്റ്റ്യനാണ് WH ക്വസ്റ്റ്യൻ. ഇതിനെ നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻ എന്നും പറയാറുണ്ട്. WH ക്വസ്റ്റ്യനെ മെയിൻ ക്വസ്റ്റ്യൻ എന്നും പറയാറുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ WH ക്വസ്റ്റ്യന് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള WH ക്വസ്റ്റ്യനും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള WH ക്വസ്റ്റ്യനും ഉണ്ട്. ഈ WH ക്വസ്റ്റ്യനെ മെയിൻ ക്വസ്റ്റ്യൻ എന്നും പറയാവുന്നത് കൊണ്ട് നമുക്ക് ഈ പേര് ഇങ്ങനെയും പറയാം, പിന്നെ പോസിറ്റീവ് മെയിൻ ക്വസ്റ്റ്യൻ, നെഗറ്റീവ് മെയിൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ടോട്ടലി ഇപ്പോൾ 6 വാക്യങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത് പറഞ്ഞു പഠിച്ചു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത് പറഞ്ഞു പഠിച്ചു പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നാലാമത് പറഞ്ഞു പഠിച്ചു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അഞ്ചാമത് പഠിക്കാൻ പോവുകയാണ് പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ, ആറാമതായിട്ട് ഇന്ന് പഠിക്കും നമ്മൾ നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. കണ്ടോ, 6 വാക്യങ്ങൾ. ഈ പേരും നിങ്ങൾക്ക് പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ടീച്ചേഴ്സ് ആവുമ്പോൾ നമുക്ക് എന്തായാലും ഇംഗ്ലീഷിൻ്റെ പൊരുളൊക്കെ അറിയണം. ഓക്കെ, കാരണം നമുക്ക് അടുത്തൊരു 7-8 മാസം കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കിതൊക്കെ അറിയുമ്പോഴേ നമ്മളെ കോൺഫിഡൻസ് ലെവൽ കൂടുള്ളൂ. അപ്പോഴേക്കെല്ലാം ക്ലിയർ ആവും കേട്ടോ. പക്ഷെ ക്ലിയർ ആവണം എന്നുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, എപ്പോഴും ഒരു ഗവേഷണ വിദ്യാർത്ഥിയെ പോലെ ആവാൻ ശ്രമിക്കാം. എങ്ങനെ? നമ്മൾ യൂട്യൂബിലും മറ്റു ഗൂഗിളിലും അങ്ങനെയുള്ള വാട്സപ്പുകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഫയലുകൾ നമുക്ക് കിട്ടും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്. കൂടെ നമ്മൾ വീട്ടിൽ തന്നെ പക്ഷേ നമ്മളെ സ്വന്തം വീട്ടിൽ പിതാവ് നമുക്ക് വാങ്ങിത്തന്ന കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും അന്ധകാലത്ത്. അപ്പം അതൊക്കെ ഇപ്പം പൊടി തപ്പിക്കാണ്ട് ഒരു ഗവേഷണ ആവശ്യാർത്ഥം എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഞാൻ അങ്ങനെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിട്ട് SLC ക്ലാസ് മുതൽ ഇംഗ്ലീഷിനെ പഠിച്ചത് കൊണ്ടാണ് നിങ്ങളെടുത്ത് ആ രീതി പറയുന്നത്. മനസ്സിലായല്ലോ? എപ്പോഴും നമ്മൾ ഇതൊക്കെ എല്ലാം അറിയാം എന്നുള്ള അഹങ്കാരം ഒരിക്കലും ഉണ്ടാവരുത്. മനസ്സിലായല്ലോ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്കറിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാൻ ക്ലാസ് വെക്കുമ്പോൾ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ വേർഡ് മീനിങ് ചോദിക്കുമ്പോൾ എല്ലാം അറിയാവുന്നുള്ളത് അറിഞ്ഞ് ചോദിക്കരുത്. കാരണം ഞാനൊരു മനുഷ്യനാണ്, പിന്നെ ഒരു 10,000 വാക്കുകളൊക്കെ പരിചയമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കാണെങ്കിൽ നാളെ ഡിക്ഷണറി നോക്കി പറഞ്ഞുതരാം കേട്ടോ എന്ന്. പക്ഷേ അവർ ചോദിച്ച വാക്കുകൾ ഇന്നേ വരെ ഡിക്ഷണറി നോക്കേണ്ടി വന്നിട്ടില്ല, അർത്ഥം കിട്ടിയിട്ടുണ്ട്. അത് റബ്ബ് നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ്, അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് വേണം. അതിന് ഗവേഷണ വിദ്യാർത്ഥിയാണ്. കിട്ടുന്നത് എന്തും ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ചടഞ്ഞുകൂടാ. ഓക്കെ, WH ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ 3rd പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞില്ലേ, ഡു യു നോ ഇംഗ്ലീഷ് അല്ലേ? അവിടെ നമ്മൾ ഒരു ഹൗ എന്ന വേർഡ് ചേർക്കണം. ഹൗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം അറിയാം, എങ്ങനെ. അപ്പോൾ ഡു യു നോ ഇംഗ്ലീഷിന്റെ മുമ്പ് ഹൗ ചേർക്കുമ്പോൾ എങ്ങനെ അർത്ഥം വരും? ഹൗ ഡു യു നോ ഇംഗ്ലീഷ്?
ഹൗ ഡു യു നോ ഇംഗ്ലീഷ്? ഹൗ ഡു യു നോ ഇംഗ്ലീഷ്? ഇതിനർത്ഥം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എങ്ങനെ അറിയാം? തൽക്കാലം ഇംഗ്ലീഷ് എന്ന വേർഡിനെ അങ്ങോട്ട് വിട്ടിട്ട്, ഇംഗ്ലീഷ് എന്ന വേർഡിനെ അങ്ങോട്ട് വിടാം. നമുക്ക് അതിന് പകരം ഒരു വ്യക്തിയുടെ പേര് കൊണ്ടുവരാം. ഒരു വ്യക്തിയുടെ പേര്, മഹാത്മാഗാന്ധി. ഞാൻ ഈ വാക്യത്തിൽ ഹൗ ഡു യു നോ മഹാത്മാഗാന്ധി എന്താ അർത്ഥം പറയാം? നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയെ എങ്ങനെ അറിയാം? മഹാത്മാഗാന്ധിയെ നമ്മുടെ സമൂഹം പലപ്പോഴും അറിയേണ്ട രീതിയിൽ അറിയുന്നില്ല എന്നുള്ള പരമാർത്ഥം എല്ലാവർക്കും അറിയാലോ, അല്ലേ? ഓക്കെ, ഹൗ ഡു യു നോ മഹാത്മാഗാന്ധി? ഇനി പലപ്പോഴും എന്താ പറയുക, പിന്നെ വീട്ടിൽ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ വീട്ടിൽ ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ വരികയാണ്. അദ്ദേഹത്തെ ഒരു പക്ഷേ പുറത്തുനിന്ന് ഇവിടെ കണ്ട് സംസാരിച്ച പരിചയം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ പറയാണ് ഐ നോ ഹിം, എനിക്ക് അയാളെ അറിയാം. അപ്പോൾ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് മറ്റാരെങ്കിലും നമ്മോട് ചോദിക്കും ഹൗ ഡു യു നോ ഹിം? ഹൗ ഡു യു നോ ഹിം? ഹൗ ഡു യു നോ ഹിം? നിങ്ങൾക്ക് അയാളെ എങ്ങനെ അറിയാം? നിനക്ക് എവിടുന്ന് അയാളെ പരിചയം? ഹൗ ഡു യു നോ ഹിം? ഹൗ ഡു യു നോ ഹിം? കണ്ടോ? ഇനിയാണ് ഇതിൻ്റെ ഒരു നമ്മൾ ശരിക്കും ഇംഗ്ലീഷാവുന്ന ബംഗ്ലാവിൻ്റെ അകത്തേക്കാണ്ട് കയറുകയാണ്. അവിടെ കാണുന്ന കാഴ്ചകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അന്തം വിടും. നമുക്ക് ചോദ്യവാക്കുകളൊക്കെ കൊണ്ടുവരാം. ഇനി വാട്ട് എന്ന WHEAT വാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ട് എന്ന വേർഡിൻ്റെ മീനിങ് എന്ത് എന്നാണ്. സോ നിങ്ങൾക്ക് വാട്ട് ഡു യു നോ അവിടെ അത് മാത്രം മതി. നിനക്ക് എന്തറിയാം? ഇനി വാട്ട് ഡു യു നോ ഹിം എന്ന് കൊടുത്താൽ കറക്റ്റ് ഒരു അർത്ഥമുള്ള ചോദ്യമാവില്ല. അതുകൊണ്ട് ഞാൻ ഹിമ്മിൻ്റെ മുമ്പ് ഒരു എബൌട്ട് ചേർത്തു. ഹിം പറഞ്ഞ വാക്കിന് മുമ്പ് എബൌട്ട്. സോ നമ്മൾ എബൌട്ട് എന്നല്ല വാക്കിന് ഉച്ചാരണം എബൌട്ട് എന്നാണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയാം, വാട്ട് ഡു യു നോ എബൌട്ട് ഹിം? വാട്ട് ഡു യു നോ എബൌട്ട് ഹിം? നിങ്ങൾക്ക് അയാളെക്കുറിച്ച് എന്തറിയാം? നിങ്ങൾക്ക് അയാളെക്കുറിച്ച് എന്തറിയാം? കണ്ടോ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഡു യു നോ ഇംഗ്ലീഷ് എന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ ഹൗ എന്ന വേർഡ് അങ്ങോട്ട് ചേർത്ത് ചില വാക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയപ്പോൾ എത്ര രസകരമായ ക്വസ്റ്റ്യനാണ് കിട്ടേണ്ടത്. ഹൗ ഡു യു നോ? ഹൗ ഡു യു നോ ഹിം? നിനക്ക് അയാളെ എങ്ങനെ അറിയാം? ഇനി വാട്ട് ഡു യു നോ എബൌട്ട് ഹിം? നിനക്ക് അയാളെ പറ്റി എന്തറിയാം? എബൌട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം പറ്റി എന്നാണ്. സോ വാട്ട് ഡു യു നോ എബൌട്ട് ഹിം? നിനക്ക് അയാളെ പറ്റി എന്തറിയാം? അല്ലേ? തോന്നുന്നുണ്ടോ ഇങ്ങനെ പഠിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല ഈസിയാണെന്ന്? ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഈ രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല ഈസിയാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ പഠിയും തോന്നുന്നുണ്ടോ? ഓക്കെ, ഇത് എൻ്റെ രീതിയല്ലട്ടാ. ഇത് സാറുണ്ടാക്കിയ മെത്തേഡാണോ? ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാനത് കോപ്പി അടിച്ചതാണ്. ഇത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന ഫോറിൻ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ. ഫോറിൻ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ വിദേശികൾ. ഇംഗ്ലീഷുകാർക്ക് നമ്മൾ വിദേശികളാണ്. നമ്മൾ മാത്രമല്ല, ഇംഗ്ലീഷ് സംസാരിക്കാത്ത, മാതൃഭാഷയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാത്ത മുഴുവൻ സമൂഹവും ഈ ഇംഗ്ലീഷുകാർക്ക് ഫോറിനേഴ്സാണ്. ഈ ഫോറിനേഴ്സിന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതൊക്കെ. ഞാൻ ആ ബുക്ക് വായിച്ചതുകൊണ്ട് അതിൽ നിന്നുള്ള ഭാഗം ഇങ്ങോട്ട് കോപ്പി എടുത്ത് പറഞ്ഞതെന്ന് മാത്രം. ഓക്കെ, മനസ്സിലായല്ലോ കേട്ടോ. കോപ്പി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒരു ഫേമസ് ആയ, അത്യാവശ്യം നല്ല ഗുഡ് വില്ലുള്ള, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിച്ച പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവർ ഈ ഇംഗ്ലീഷ് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഉണ്ടപ്പൻ ടെക്നിക്ക് തുടങ്ങിയിട്ട് അങ്ങനെ കുറേ എണ്ണുണ്ട്. പിന്നെ മഞ്ജു വാര്യർ ടെക്നിക്ക്, ദിലീപ് ടെക്നിക്ക്, അങ്ങനെ കുറേ കെടുക്കുന്നുണ്ട് ടെക്നിക്കുകൾ. ഏകദേശം 14 ടെക്നിക്ക് എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഈ ഉണ്ടപ്പൻ എന്ന ടെക്നിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആഡൊക്കെ വന്ന സംഭവമാണത്. ഓക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ പാട്ടിന് പോട്ടെ.
അങ്ങനെ ടെക്നിക്കുകൾ യൂസ് ചെയ്യാം, അതും കുഴപ്പമില്ല ഒരു പരിധി വരെ. പക്ഷേ ടെക്നിക്കുകൾ എന്തൊക്കെ യൂസ് ചെയ്താലും, ഇനിയിപ്പോൾ ക്ലാസ് എടുക്കുന്ന ഞാൻ തന്നെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ കീപ്പ് ഓൺ പ്രാക്ടീസിങ്. പ്രാക്ടീസ് തന്നെ വേണം. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ബേത്തിൽ നിന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആരും കേൾക്കണ്ട, കേട്ട് കഴിഞ്ഞാൽ മോശമാണ്. കാരണം വേറെന്താ വിചാരിക്കും, നമ്മുടെ സമൂഹമാണ്, മനസ്സിലായല്ലോ. പിന്നെ പണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് അവൻ്റെ കസിൻ ഒരു ബോംബെക്കാരത്തിയാണ്. അവൾ എംടെക് കഴിഞ്ഞ ആളാണ്. അവളൊരു കത്ത് എഴുതി. അപ്പോൾ ഈ കത്ത് എൻ്റെ അടുത്ത് കൊണ്ടുകൊണ്ട് പറഞ്ഞു, എടാ ഈ കത്ത് അറിയാലോ എനിക്ക്, എൻ്റെ കസിന് അയച്ചതാണ്. ഞങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ഈ വായിക്കുന്ന കാര്യം പുറത്തൊന്നും പറയരുത്. അവൾ മലയാളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. അവൾക്ക് മലയാളം എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷ് എഴുതാൻ അറിയുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ അവൾ എഴുതിക്കണം, എനിക്കൊന്ന് വായിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് വായിച്ചിന് കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഞങ്ങളെ നാട്ടിൽ എന്ത് സംഭവം കിട്ടിയാലും കൊട്ടിപ്പാടുന്ന BBC വേൾഡ് എന്ന് പിന്നെ അറിയപ്പെടുന്ന ഒരാളുണ്ട്. ഇയാളൊന്ന് ചോദിച്ചു, എന്താ വായിക്കണം കണ്ട് ഭയങ്കര നെട്ടിക്കല്. അപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞത് അവൻ്റെ ആധാരം കൊടുന്നേക്കണം, അവൻ നോക്കുകയാണെന്ന്. ഉടനെ എന്നോട് ചോദിച്ചു, ഞാൻ നോക്കട്ടെ ആധാരം. എന്നിട്ട് ആ ലെറ്റർ നോക്കിയിട്ട് ഇയാൾ പറയണം, ആധാരമാണല്ലേ, ഞാൻ വേറെന്തോ കരുതി പോയി പറഞ്ഞു. ഓക്കെ, ഈ നമ്മളെ നാട്ടിലെ ആളുടെ അവസ്ഥ, ആധാരത്തിൽ സ്റ്റാമ്പ് ഉണ്ട്, സ്റ്റാമ്പിൻ്റെ അടയാളമല്ലേ നമ്മൾ ഈ ആധാരത്തിൽ ഉണ്ടാവുക. കണ്ടു ഞങ്ങൾ, ആധാരമല്ല കേട്ടോ, ആധാരം, വീടിൻ്റെ ഒക്കെ ആധാരം. അതുപോലും തിരിച്ചറിയാനുള്ള കഴിവ് ഈ സാധുവിന് ഇല്ലാതെ പോയി. മനസ്സിലായല്ലോ. ഈ സുഹൃത്തിന് എന്നെ നോക്കിയാണ്ടൊരു എന്താ പറയുക കള്ളച്ചിരി ചിരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ്. ഓക്കെ, ഇത് ഞാൻ കുട്ടിക്കാലത്ത് ഉണ്ടായ സംഭവം കേട്ടോ. അന്ന് ഡിഗ്രിയായിട്ട് പഠിക്കുകയാണ്. അന്നാണ് ഈ പരിഭാഷ പറയാൻ വേണ്ടി വന്നത്. ഓക്കെ, പിന്നെ ഞാൻ ആ ജോലി ഒഴിവാക്കി. കാരണം നമ്മൾ അങ്ങനെ ഒരാൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുക്കേണ്ടതല്ല അത്തരം വിഷയങ്ങൾ. അയാൾ സ്വയം പഠിക്കട്ടെ. പറയാം, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഒരു നോളേജ്, ഒരു വിവരം, ഇത് വിവരം എന്ന് പറയാൻ വയ്യ, ഒരു വിവരമില്ലായ്മ ഇതാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ കുറ്റപ്പെടുത്തല്ല, ഒരു കുറവ് തന്നെയാണ്. അത് അത്തരം ആളുകൾ അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടോ, വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? നിനക്ക് അയാളെ കുറിച്ച് എന്തറിയാം? കണ്ടോ, നല്ല വാക്യാണ്. ഇനി അടുത്തത് പറയാൻ പോവുകയാണ്. മനസ്സ് ഇവിടെ തന്നെ വേണം, ശ്രദ്ധ ഇവിടെ തന്നെ വേണം. അടുത്താണ് നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡോണ്ട് യു നോ എന്ന് പഠിച്ചു. 4ാമത്തെ വാക്യം നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പഠിച്ചു. അതിൻ്റെ മുമ്പിൽ നിങ്ങൾ വാട്ട്, വിച്ച്, വേർ, വെന് പോലെയുള്ള ഇനി പഠിക്കാൻ പോകുന്ന ചോദ്യവാക്കുകൾ അങ്ങോട്ട് ചേർക്കുകയാണെങ്കിൽ നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ ഓക്കെയാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ വൈ കൊടുക്കുകയാണ്. ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്നതിൻ്റെ മുമ്പ് നമ്മൾ WH വൈ എന്ന വേർഡ് കൊടുത്തു. അർത്ഥം അറിയാലോ, എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്. അപ്പോൾ വൈ ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? നിനക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല? വൈ ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? നിനക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല? വൈ ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? നിനക്ക് എന്തുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ല? ഓക്കെ, ഇനി നമുക്ക് വേറെ നോക്കാം. വൈ ഡോണ്ട് യു നോ അബൌട്ട് ഹിം? നിനക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല? ബിക്കോസ് യു ആർ സ്റ്റേയിങ് വിത്ത് ഹിം. നീ അദ്ദേഹത്തിന് കൂടെയാണല്ലോ കഴിയുന്നത്. ആൻഡ് വൈ ഡോണ്ട് യു നോ അബൌട്ട് ഹിം? നിനക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല? കണ്ടോ, ഇങ്ങനെ നമുക്ക് പഠിച്ച ഒരു നോ പറഞ്ഞ വാക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സാധ്യതകളാണ് വാക്യം ഉണ്ടാക്കാൻ. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസിൻ്റെ ആരംഭം ഞാൻ തന്നെ പറയാം. ഇപ്പോൾ 6 വാക്യങ്ങൾ ഓർഡർ ആയല്ലോ. ഞാൻ ഒരു 4-5 പ്രാവശ്യം സ്ലോല് പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ ഞാൻ നമ്പർ പറയും, ഇത്ര വാക്യം. അപ്പോൾ നമ്പർ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ആ വാക്യം ഓർമ്മയിൽ വരണം, മനസ്സുകൊണ്ട് പറഞ്ഞു നോക്കണം. പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പറഞ്ഞത് ശരിയാണോ എന്നും കൂടി ചെക്ക് ചെയ്യാം. ഇനി ഇത് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് കൂടി വേണ്ടിയാണ് ഞാനിങ്ങനെ സ്ലോയിൽ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഐ നോ ഇംഗ്ലീഷ്. സെക്കൻഡ് വൺ, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഐ ഡോണ്ട്
know English? Third one, positive yes or no question. Do you know English? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? ഓക്കെ. ഫോർത്ത് വൺ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡോണ്ട് യു നോ ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? ഫിഫ്ത്ത് വൺ, പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ. How do you know English? ഇനി ഇംഗ്ലീഷ് പറയുന്നില്ലെങ്കിൽ ഹിം എന്നും പറയാം. ഹൗ ഡു യു നോ ഹിം? നിനക്ക് അദ്ദേഹത്തെ എങ്ങനെ അറിയാം? ആൻഡ് ലാസ്റ്റ് വൺ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ. വൈ ഡോണ്ട് യു നോ ഹിം? അല്ലെങ്കിൽ വൈ don't you know English? Why don't you know English? Yes. Okay. ഇനി നിങ്ങൾ എഴുത്തിൻ്റെ കൂടെ പറയുകയും വേണം. കാരണം നമുക്ക് ഇത് എഴുതിയല്ല നമുക്കിത് പഠിക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? എഴുത്തിൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സംഭവം ക്ലിയർ ആയില്ല ഒരു വിധം അല്ലേ? ഇനിയാണ് ഇതിൻ്റെ മാജിക്ക് തുടങ്ങാൻ പോകേണ്ടത്. അതായത് നമ്മൾ ഒരുപാട് വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രാക്ടീസ് ആക്കുകയാണ്. ഓക്കെ. ഒരു വാക്യം കിട്ടിയാൽ ബാക്കിയുള്ള 5 നിങ്ങൾക്ക് പറയാൻ കഴിയണം. എങ്കിലേ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ബാക്കി ഞാൻ പറയാം. ഐ റൈറ്റ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് എഴുതുന്നു. ഐ റൈറ്റ് ഇംഗ്ലീഷ്. അപ്പോൾ അതിന് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തേതായി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവുകയാണ്. ഐ ഡോണ്ട് റൈറ്റ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് എഴുതുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് എഴുതാറില്ല എന്നും അർത്ഥം കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ, അർത്ഥമൊക്കെ പിന്നെ മനസ്സിലാക്കാം. ഐ ഡോണ്ട് റൈറ്റ് ഇംഗ്ലീഷ്. തേർഡ് വൺ, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡു യു റൈറ്റ് ഇംഗ്ലീഷ്? പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡു യു റൈറ്റ് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് എഴുതാറുണ്ടോ? നീ എഴുതുന്നോ? ഫോർത്ത് വൺ, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡോണ്ട് യു റൈറ്റ് ഇംഗ്ലീഷ്? ഡോണ്ട് യു റൈറ്റ് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് എഴുതാറില്ലേ അതോ എഴുതുന്നില്ലേ? ഓക്കെ. ഇനി ഈ സ്റ്റൈൽ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യും കേട്ടോ. ഡോണ്ട് യു ഗോ, നീ പോണില്ലേ? ഡോണ്ട് യു കം, നീ വരുന്നില്ലേ? നീ വരുന്നില്ലേ? നിങ്ങൾ വരുന്നില്ലേ? ഡോണ്ട് യു കുക്ക്, നീ പാചകം ചെയ്യുന്നില്ലേ? ഡോണ്ട് യു ഹാവ്, നീ കഴിക്കുന്നില്ലേ? ഡോണ്ട് യു പ്ലേ, നീ കളിക്കുന്നില്ലേ? ഡോണ്ട് യു സ്ലീപ്പ്, നീ ഉറങ്ങുന്നില്ലേ? കണ്ടോ? ഇങ്ങനെ ഇതിൻ്റെ സാധ്യത മനസ്സിലായില്ലേ? നമ്മൾ മലയാളത്തിൽ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ പറയുന്ന ഒരു 14 കാര്യങ്ങൾ ഇതാ വരുന്നത്. ഇതന്നെ പഠനം. ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇത് പറഞ്ഞ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തോളൂ ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിട്ട് കേട്ടോ. ഇനി ഏതെങ്കിലും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സിൻ്റെ പേരുണ്ട് കേൾക്കുമ്പോഴത്തിന് അതിന് പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യേണ്ട മുമ്പ് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഏത് കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഞാനും ഓൺലൈൻ കോഴ്സ് നടത്താറുണ്ട്. പക്ഷേ എന്താ അറിയോ, ഞാൻ ആദ്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഈ 1 hour ക്ലാസ്സിന് വരരുത്. കാരണം പ്രാക്ടീസ് ചെയ്താൽ അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലേ? നമ്മളിപ്പോൾ ഒരു വീടിന് തറയിടാണ്, ആ തറ മാത്രം ഇട്ട് വെക്കണുള്ളൂ, മേലേക്ക് പടുക്കണില്ല. വല്ല കാര്യമുണ്ടോ? തറ അങ്ങനെ കിടക്കും, എന്തോ കാലാകാലം അങ്ങനെ കിടക്കും. അവസാനം ഒരു ബോർഡും വെക്കും, കരിക്കണ്ട നോക്കരുത്. അതേ കാര്യമുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള മനസ്സാണ് ആദ്യം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടത് കേട്ടോ. അപ്പോൾ പ്രാക്ടീസ് ആരെഞ്ഞും പറയാൻ പോവുകയാണ്. യു കം ഹോം, നീ വീട്ടിൽ വരുന്നു.
യു കം ടു ഹോം എന്ന് പറയേണ്ട ആവശ്യമില്ല. യു കം ഹോം, നീ വീട്ടിൽ വരുന്നു. കാരണം ഹോം പറഞ്ഞ വാക്കിന് മുമ്പ് ടു ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ കാരണങ്ങൾ വേറെ കുറേ പറയാറുണ്ട്. തൽക്കാലം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇനി കാരണങ്ങളെ കുറിച്ച് നമുക്ക് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ പറയാം കേട്ടോ. അതിനെ കുറിച്ച് ഗ്രാമറിൻ്റെ ഈ നൂലാമാലകൾ എന്ന് പറയില്ലേ, അങ്ങോട്ട് പോകാനുണ്ട്. ഓക്കെ, ഗ്രാമറിൻ്റെ നൂലാമാല എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമർ പഠനം ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇന്ന് ലൈഫ് കിടക്കുന്നത് അവിടെയാണ്, മനസ്സിലായല്ലോ. ഈ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്നൊരു പറഞ്ഞ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളാഞ്ചേരി CH ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഒരു 10 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. എൻ്റെ ഓർമ്മയിലോട് പറഞ്ഞത് മാത്രം. അപ്പോൾ അവിടുത്തെ HR എൻ്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മളിവിടുത്തെ ഒരു 5 നേഴ്സന്മാർ, അവിടെ ഒരു നേഴ്സിംഗ് കോഴ്സ് നടത്തിയെന്ന് വന്ന്, അപ്പോൾ അതിൽപ്പെട്ട 5 നേഴ്സന്മാർക്ക് MOH എക്സാം എഴുതി അവർ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിദേശത്ത് പോകണമെങ്കിൽ അവർക്ക് IELTS പാസ്സാവണം. അപ്പോൾ സാറിന് ഈ IELTSൻ്റെ കാര്യമൊക്കെ അറിയോ, കോച്ചിങ് കൊടുക്കാൻ കഴിയുമോ, ഇവിടെ വരാൻ പറ്റുമോ, സാറൊന്ന് ഇവിടെ വരുമോ, സാറിൻ്റെ വീട് കോട്ടക്കലല്ലേ, ഒന്ന് സംസാരിക്കാനാണ്, ഇതിൻ്റെ കാര്യം ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ സ്ഥാപന മേധാവികളാണെങ്കിലും ഞങ്ങൾക്ക് ഇതിൻ്റെ ABCD ഒന്നും അറിയില്ല. കണ്ടോ, നമ്മളെ നാട്ടിലെ സാലറി കുറഞ്ഞ ഒരു പോസ്റ്റാണ് ഈ നേഴ്സന്മാരെ പോസ്റ്റ്. മാലാഖമാർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വിളിക്കുന്ന ഗവൺമെൻറ് അധികാരികൾ പോലും അവർക്ക് സാലറി കൂട്ടിക്കൊടുക്കുന്നില്ല എന്നുള്ളത് വിധിയുടെ ഒരു വിളയാട്ടമാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇനി അഹോരാത്രം വർക്ക് ചെയ്യുന്ന ആളുകൾ ശരിക്കും മാലാഖമാർ തന്നെയാണ്. അപ്പോൾ പിന്നെ അറിയാലോ അങ്ങനെ. പക്ഷെ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര സ്കോപ്പാണ് അവരുടെ ജോലിക്ക്. എസ്പെഷ്യലി അവർക്ക് UK അതുപോലെ അയർലൻഡ്, വെയിൽസ്, ഐസ്ലാൻഡ്, പോളണ്ട്, ഹംഗറി ഈ രാജ്യങ്ങളൊക്കെ അവർക്ക് ഇംഗ്ലീഷ് IELTS ഉണ്ടായാൽ മതി. ജർമ്മനിക്ക് ഇത് പറ്റൂല. ജർമ്മനിക്ക് നല്ല റിക്രൂട്ട്മെന്റ് ഇവിടെ നടക്കുന്നത്. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഞാൻ അവിടെ പോയി അവരായിട്ട് മീറ്റ് ചെയ്തു, എല്ലാ കാര്യവും സംസാരിച്ചു. ആദ്യം അവർക്കൊരു ധാരണ ഉണ്ടായി കൊടുത്തു. പിന്നീട് ഒരു 7 ദിവസത്തെ ക്ലാസ്സിലൂടെ അത്യാവശ്യം ഗ്രാമറിൻ്റെ ഭാഗങ്ങളും ഫോണിറ്റിക്സിൻ്റെ ഭാഗങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം IELTS ഇങ്ങനെ ചെയ്യാവുന്ന ഒന്നല്ല. IELTS നമ്മൾ കോഴിക്കോടോ അല്ലെങ്കിൽ ട്രിവാൻഡ്രോ, കൊച്ചിയൊക്കെ പോയിട്ട് നമ്മളവിടെ സ്റ്റേ ചെയ്ത് പഠിക്കണം. നല്ല ഫീ വരും. ഒരു മാസം തന്നെ 25,000 മേലെ കോഴ്സ് ഫീ വരുന്നുണ്ട്. കാരണം അതിൽ ഒരു പകുതി കാശും നമ്മളുടെ റൂം, അക്കോമഡേഷൻ പ്ലസ് ഫുഡ് കാര്യങ്ങൾക്ക് വരുന്ന ചിലവാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ ഈ കുട്ടികൾ പിന്നീട് IELTS എഴുതിക്കണം, പാസ്സായിക്കണം, അവർ വിദേശത്ത് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ അതിനെ പിന്നെ അപ്ഡേറ്റ് ചെയ്തില്ല, അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ അവിടെ ഗ്രാമറാണ് പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളത്. ഗ്രാമറിനെ പേടിച്ചിക്കാണ്ട് നൂലാമാല പറഞ്ഞിട്ട് പിന്മാറാൻ പാടില്ല. അതിലേക്ക് ഇറങ്ങണം, അതിൻ്റെ കാര്യങ്ങൾ അറിയണം. ഓക്കെ, സോ നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. യു കം ഹോം, നിങ്ങൾ വീട്ടിൽ വരുന്നു. നിങ്ങൾ വീട്ടിൽ വരുന്നു. യു ഡോണ്ട് കം ഹോം, യു ഡോണ്ട് കം ഹോം. ഹോ എന്ന് പറയില്ല, ഓം എന്ന് പറയുള്ളൂ. യു ഡോണ്ട് കം ഹോം, നിങ്ങൾ വീട്ടിൽ വരുന്നില്ല. ഡു യു കം ഹോം, ഡു യു കം ഹോം, നിങ്ങൾ വീട്ടിൽ വരുന്നുണ്ടോ? ഡു യു കം ഹോം. ഡോണ്ട് യു കം ഹോം. ഞാൻ ഇപ്പോൾ വാക്യത്തിൻ്റെ പേര് പറഞ്ഞില്ല കേട്ടോ. കാരണം പേരിന് അങ്ങനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ പേരറിയണം. പക്ഷെ പേരിനെ മാത്രം ഫോക്കസ് ചെയ്താൽ സ്പോക്കൺ വിട്ടുകാണ്ട് ഈ പിന്നെ ഗ്രാമർ പഠനമായി മാറും. ഓക്കെ, നമുക്ക് സ്പോക്കണിൽ ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻസ് പിന്നെ സ്പോക്കൺ ആണല്ലോ. ഓക്കെ, സോ ഡോണ്ട് യു കം ഹോം, നീ വീട്ടിൽ വരുന്നില്ലേ? ഡോണ്ട് യു കം ഹോം. ഇനി സമയമാണെങ്കിൽ കൊടുക്കുന്നതിന് കൂടെ ഡോണ്ട് യു കം ഹോം ഇൻ ദ മോർണിംഗ്, നീ രാവിലെ വീട്ടിൽ വരുന്നില്ലേ? ഡോണ്ട് യു കം ഹോം ഇൻ ദ ഈവനിങ്, നീ വൈകുന്നേരം വീട്ടിൽ വരുന്നില്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താണ്? നമ്മൾ ഡു യു കം ഹോം അല്ലെങ്കിൽ ഡു യു കം ഹോം എന്ന് പറയുന്ന ആ യെസ് ഓർ നോ ക്വസ്റ്റിന് മുമ്പ് നമ്മൾ വെൻ കൊടുക്കണം. WHEN, വെൻ. പിന്നെ ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കുമ്പോൾ വിസിലിടുന്ന പോലെ വായ ചുരുട്ടി പിടിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചാരണം കൂടി ക്ലിയർ ആയിക്കോട്ടെ, പഠിക്കുമ്പോൾ എല്ലാം നന്നായിക്കോട്ടെ. വെൻ, വെൻ. W കൊണ്ട് ആരംഭിക്കേണ്ട ഏത് വേർഡാണെങ്കിലും വിസിലിടരുത്. പക്ഷേ വിസിലിടുന്ന പോലെ വായ എന്ത് ചെയ്യണം? കൂർത്ത് വരണം. അപ്പോൾ നമ്മളറിയാതെ തന്നെ വാസ്. കണ്ടോ, മുമ്പൊക്കെ നമ്മളെ സ്കൂൾ ടീച്ചർമാർ വാസിനെ വോസ് എന്ന് പറയും. നമ്മൾ പഠിച്ചോ ഇത്ര നന്നാക്കേണ്ട ആവശ്യമുണ്ടോ?
ഇത്ര ഒന്ന് തേച്ച് പിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ ആ സൗണ്ട് അങ്ങനെയാണ് അല്ലേ. ഇപ്പൊ നമ്മൾ അറബിയിൽ എന്താ പറയാ, ഐനും ഒഴൈനും ഒക്കെ നമ്മൾ കറക്റ്റ് മഹ്റജ് തന്നെ ഉച്ചരിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇതിനും മഹ്റജ് ഉണ്ടാവണം. ഓക്കെ, സോഴ്സ് പോയിന്റ് ഇതിനുണ്ട്. മഹ്റജ് പറഞ്ഞ സോഴ്സ് പോയിന്റ്, സൗണ്ട് പുറപ്പെടുന്ന ആ ഉത്ഭവിക്കേണ്ട സ്ഥാനം. ഓക്കെ, അത് കറക്റ്റായിട്ട് നമ്മൾ അറിയുന്ന വേണം. സോ വിച്ച്, വാട്ട്, വേർ, വെൻ, വെൻ. എന്നാൽ ബി ഉച്ചരിക്കേണ്ടത് സാധാരണ ഈ ഫായുടെ ഫ എന്ന് പറയുമ്പോൾ ശക്തമായി സൗണ്ട് പുറത്തേക്ക് വിടുക. എൻ്റെ ക്ലാസ് ഫോണിക്സായി മാറുന്നുണ്ടോ? ശ്രദ്ധിക്കുക, നീ അറിയാത്ത കാര്യം പറഞ്ഞു തരികയാണ്. വി നമ്മളിപ്പോ ആരുഞ്ഞ് വെരി ഉച്ചരിക്കുമ്പോൾ വെരി അങ്ങനെ ഉച്ചരിക്കരുത്. കാരണം അത് ഡബ്ല്യു ആണ്, അങ്ങനത്തെ വാക്കേ ഇല്ല. പകരം WARY വെരിയേ ഉള്ളൂ വ്യത്യാസപ്പെടുക. എന്നാൽ വളരെ വളരെ അർത്ഥം പറയുന്ന വെരി, വെരി കണ്ട, അത് വെരിയാണ്, അല്ലാതെ ഈ വെരി അല്ല. അത് തിരിച്ചറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വെൻ, ഡു യു കമ്മിന് മുമ്പ് നമ്മൾ വെന്നു ചേർക്കാൻ പോവുകയാണ്. ഡു യു കമ്മിന്റെ മുമ്പ് വെന്ന് ചേർത്തു. വെൻ ഡു യു കം, വെൻ ഡു യു കം എന്നർത്ഥം നീ എപ്പോഴാ വരുന്നത്. വെൻ ഡു യു കം, നീ എപ്പോഴാ വരുന്നത്. വെൻ ഡു യു ഗോ, നീ എപ്പോഴാ പോകുന്നത്. ഓക്കെ, വെൻ ഡു യു പ്ലേ, നീ എപ്പോഴാ കളിക്കുന്നത്. വെൻ ഡു യു വെയർ ഡ്രസ്, നീ എപ്പോഴാ ഡ്രസ്സ് ധരിക്കുന്നത്. വെൻ ഡു യു പ്രിപ്പയർ ഫോർ എക്സാമിനേഷൻ, നീ എപ്പോഴാ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത്. കണ്ട, വെൻ, വെൻ ഡു യു. ഇനി നമുക്ക് അടുത്തതായിട്ട് നെഗറ്റീവ് യെസ് ഓർ നോ, നെഗറ്റീവ് WH ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ്. അതായത് വൈ കൊടുത്തുകാണ്ട്. ഡോണ്ട് യു കം, ഡോണ്ട് യു കമോ, നീ വീട്ടിൽ വരുന്നില്ലേ. അതിന് മുമ്പ് വൈ കൊടുക്കുകയാണ്. വൈ ഡോണ്ട് യു കമോ, നീ എന്താ വീട്ടിൽ വരാത്തത്. വൈ ഡോണ്ട് യു കമോ, നീ എന്താ വീട്ടിൽ വരാത്തത്. നീ വീട്ടിൽ വരുന്നില്ല എന്തുകൊണ്ട്, അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാലും ഇതിനല്ല സംഭവം. നീ എന്താ വീട്ടിൽ വരാത്തത് അല്ലേ. അർത്ഥം വഴിയെ കിട്ടി വന്നോളും. ഈ ഒരു ഫ്ലോണ്ട് വരണം, സ്റ്റൈലിൽ പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. നാളെ നമുക്കുള്ള ജോലിയാണിത്. ഓക്കെ, ശമ്പളം മാത്രം കിട്ടിയാൽ പോരാ, നമ്മൾ ചെയ്യേണ്ട ജോലി അടിപൊളിയാവണം. നല്ലൊരു റോൾ മോഡൽ ടീച്ചർ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റുകൾ മാത്രമേ വരുള്ളൂ. അത് ബെനിഫിറ്റ് ഞാൻ പറയുമ്പോൾ മെയിൻലി സാലറി സ്കെയിലിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് സമൂഹം അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വിദ്യാധനം സർവ്വധനാൽ പ്രധാനമല്ല, പകരം പണം ധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയേണ്ടി വരും പഴഞ്ചൊല്ല്. ഇന്ന് കാലം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പിറകെ തന്നെ പോവാം. സോ കാര്യം ക്ലിയർ അല്ലേ? ഓർഡർ റെഡി ആയോ? ഇനി ഒരു വാക്ക് ഞാൻ പറയാണ് കേട്ടോ, ടെസ്റ്റാണ്. ഒരു വാക്ക് ഞാൻ പറയും, നിങ്ങൾ 6 വാക്കുകളും മൈക്ക് ഓൺ ആക്കരുത് കേട്ടോ, 6 വാക്കുകളും ഒന്നിച്ച് പറഞ്ഞു തരണം. വാക്യങ്ങളെ പേര് എഴുതാൻ കഴിയുകയാണെങ്കിൽ എഴുതിക്കോളൂ, എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ എഴുതണ്ട. കാരണം വാക്യങ്ങളെ പേര് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, അതിൽ മാത്രം ഫോക്കസ് ചെയ്യണ്ട, ശ്രദ്ധ കൂടുതൽ പിന്നെ അതിന് കൊടുക്കണ്ട. നമുക്ക് വാക്യം പേരറിയില്ല മുഖ്യം. ഓരോ സാഹചര്യം വരുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിൽ തോന്നലാണ് മുഖ്യം. ഓക്കെ, തുടങ്ങിയല്ലേ? യെസ്, ഫസ്റ്റ് വാക്യം ഞാൻ പറയാൻ പോവാണ്. ഓക്കെ, യെസ്, ഫസ്റ്റ് വാക്യം. ഐ കുക്ക് ബിരിയാണി. ഐ കുക്ക് ബിരിയാണി. ഞാൻ ബിരിയാണി പാചകം ചെയ്യുന്നു. ഐ കുക്ക് ബിരിയാണി. ഇതിന്റെ ബാക്കിയുള്ള ഇനിയിപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള 5 എണ്ണം കൂട്ടി മൊത്തം 6 എണ്ണം ഇങ്ങോട്ട് വരട്ടെ. ടൈം ഞാൻ വെയിറ്റ് ചെയ്യാം, ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, എല്ലാവരും ഒരാളും ഇപ്പം നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 60ന്റെ മുകളിൽ ആളുകളുണ്ട്. ആരും വർക്ക് ചെയ്യാതിരിക്കരുത്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, യെസ്, ഐ കുക്ക് ബിരിയാണി. മൊത്തം ആ 6 ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. മറ്റേ ഓരോന്നോരോന്നും ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നമുക്ക് മൊത്തം ക്രോഡീകരണം കിട്ടൂല.
യെസ്, കറക്റ്റായി വരട്ടെ. സമയം എടുത്തോളൂ. പതുക്കെ ധൃതി പിടിച്ച് ആരും ചെയ്യണ്ട. പതുക്കെ ആലോചിച്ച് ചെയ്താൽ മതി. ഓക്കെ, നൂറ ടൈപ്പ് ചെയ്ത് അയച്ചു. എല്ലാം ക്ലിയറാണ്. ഹസീന ഓക്കെ, ഫുൾ ക്ലിയറാണ്. വരട്ടെ, ബാക്കിയൊക്കെ വരട്ടെ. എല്ലാവരും പങ്കെടുക്കുക. പിന്നെ ഷഹർന ഫുൾ ക്ലിയറാണ്. തസീന ഫുൾ ക്ലിയറാണ്. ഓക്കെ, സാഹില ഫുൾ ക്ലിയറാണ്. പിന്നെ സുഹറ ഫുൾ ക്ലിയറാണ്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, ഒരുവിധം എല്ലായിടത്തും ക്ലിയറാണ്, കറക്റ്റായിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കെൻ്റെ പണി വളരെ ഈസിയായി മാറുന്നത്. ഓക്കെ, എല്ലാവരും ടൈപ്പ്. ഇനി പേരെടുത്ത് പറയുന്നില്ല. തസ്മി, അജ്മൽ, എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഒരാളും വീക്ക് എന്ന് പറയുന്നില്ല ഈ ഒരു ബാച്ചിൽ. ഏകദേശം പകുതി ആളിൽ അയച്ചു കഴിഞ്ഞു. ഇനിയും ഉണ്ട്, ഒരു 30ഓളം ആളുകൾ ഇനിയും അയക്കാനുണ്ട് കേട്ടോ. എല്ലാവരും പങ്കെടുക്കൂ, ആരും പിന്മാറരുത്. ഓക്കെ, കുറച്ചും കൂടി ആൾ അയക്കാനുണ്ട്. അയച്ചോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാണ്. പേരെടുത്ത് പറയുന്നില്ല. അയക്കുന്നതിൽ ആരുടേതും മിസ്റ്റേക്ക് കാണുന്നില്ല കേട്ടോ. ഞാൻ ഫുള്ള് വായിക്കാൻ ഏകദേശം ഫുള്ള് വായിച്ചു പോകുന്നുണ്ട്. അനിറ്റ ഫ്രാൻസിസ് ഫുള്ള് ശരിയാണ്. ആർക്കും ഒരാളൊരു മിസ്റ്റേക്ക് കാണുന്നില്ല. അതൊരു വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് ഒരു 4-5 അല്ലെങ്കിൽ 8 വർഷം 10 വർഷമൊക്കെ പഠിക്കാതിരുന്നിട്ടും നമ്മുടെ പഴയ കോൺസെൻട്രേഷനെ അത് കൂടുക എന്നല്ലാതെ കുറഞ്ഞിട്ടില്ല എന്ന് അടിവരയിടുന്ന റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല, ഇവിടെ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ, സ്ക്രീനിൽ വരുന്ന ആൻസർ എല്ലാവരും വായിക്കണ്ടല്ലോ അല്ലേ. അതിൽ നമ്മളെ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 10 വർഷം ശരിക്കും ഫുൾ സ്വിങ്ങിൽ പിന്നെ ഹൗസ് വൈഫായി വർക്ക് ചെയ്ത് പഠനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ 10 വർഷം ചെലവഴിച്ച് പിന്നെ ജോയിൻ ചെയ്ത് നമ്മളെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത എത്രയോ സഹോദരിമാരുണ്ട്. പക്ഷെ അവർ ആ +2 അന്ന് പഠിച്ചതിനേക്കാളും വലിയ കോൺസെൻട്രേഷൻ ആൻഡ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് പറയുമ്പോൾ അതൊരു അമ്പരപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇതെല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഇനിയും കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ട്, 4-5 പേരും ബാക്കിയുണ്ട്. എല്ലാവരും പങ്കെടുക്കൂട്ടോ, ആരും പിന്മാറരുത്, എല്ലാം പങ്കെടുക്കൂ. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ടാസ്കുകൾ നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കണം. വരുന്നിടത്ത് വരും എന്നതിൽ, അല്ലാതെ ഞാൻ ചെയ്താൽ തെറ്റാവോ, ഞാൻ തെറ്റായി കഴിഞ്ഞാൽ സാറെന്താ വിചാരിക്കുക, ആ വിചാരേ ഫസ്റ്റ് ഒഴിവാക്കണം. മനസ്സിലായില്ലേ? അങ്ങോട്ട് ചെയ്തു നോക്കുക, വരുന്നിടത്ത് വരട്ടെ. ഓക്കെ, എന്തായാലും 1-2 വേർഡ് തെറ്റിപ്പോവല്ലേ ഉള്ളൂ, തെറ്റ് വരികയാണെങ്കിൽ തന്നെ. അല്ലാതെ ഇപ്പോൾ ഇവിടെ ഭൂലോക ദുരന്തമൊന്നും വരാൻ പോണില്ലല്ലോ. ഓക്കെ, അത് അങ്ങനെ ഇതിനെ അങ്ങോട്ട് നേരിടുക. അപ്പോഴൊക്കെ നല്ല കഴിവുണ്ട് വരും. സോ ഏകദേശം എല്ലാവരും ആയി തുടങ്ങി. ഇനിയും ആ
സക്കീർ തവന്നൂർ. ഞാൻ നിങ്ങളെ ഐ ഡി ഇതിൽ കാണിക്കുന്ന ഐ ഡിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുക, പ്രാക്ടീസ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഇനി ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ സാധ്യത, നമ്മൾ ഈ പഠിച്ച 6 വാക്യങ്ങളുടെ സാധ്യത എന്തൊക്കെയാണ്? ഇംഗ്ലീഷിൽ ഏകദേശം 24ഓളം സിറ്റുവേഷൻസ് ഞാൻ എഴുതിണ്ടാക്കിയിട്ടുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി തന്നെ. അതിലിപ്പോൾ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ അവസ്ഥ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. സ്റ്റേറ്റ് എന്ന സംസ്ഥാനമല്ല കേട്ടോ, അവസ്ഥയാണ്. ഇനി നമ്മൾ ഈ കമ്പൾഷൻ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിർബന്ധം. ഇന്ന് ഈ നിർബന്ധം പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ഓസ്ലറിയാണ് ഷുഡ്. SHOULD. എഴുതിയ പോലെ വായിക്കുമ്പോൾ ഷൗൾഡ് എന്ന് വായിക്കും. അങ്ങനെ വായിക്കരുത്, ഷുഡ് എന്ന് വായിക്കാവൂ. SHOULD. ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പഠിച്ച ഈ 6 വാക്യങ്ങളുടെ ഒരു ഗുണം, ഒരു ബെനിഫിറ്റ് എത്ര കണ്ട് നമുക്ക് സഹായകമാണെന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഓരോ വാക്യം ഞാൻ പതുക്കെ പറയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 വർഷം പഠനവുമായി ബന്ധമില്ലാതിരുന്ന സഹോദരിമാരെ ഉദ്ദേശിച്ചുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാൻ കഴിയുന്ന സഹോദരിമാരും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. ഒരു പക്ഷെ 10-ലേറെ പേരും അങ്ങനെയുള്ള ആളുകളാണ്. അവരൊന്ന് ക്ഷമിക്കുക, കാരണം നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചു പോകണം. ഓക്കെ, യു ഷുഡ് ഗോ. നിങ്ങൾ പോകണം, പോയേ പറ്റൂ. ഇത് നിർബന്ധമാണല്ലേ. ഞാൻ യു പറഞ്ഞ വാക്കും ചേർത്ത് ഗോ പറഞ്ഞ വാക്കും ചേർത്ത് സെൻറ്റർ കൊണ്ട് ഷുഡാണ് ഇട്ട് കൊടുത്തു. അപ്പോൾ യു ഷുഡ് ഗോ, നിങ്ങൾ പോകണം, പോയേ പറ്റൂ. ഇപ്പം ആരും ക്ലാസ്സിൽ ലെഫ്റ്റ് ആവില്ല. കാരണം ഇത് കേട്ട് ചില ആൾക്കാർ സാറ് പോകാൻ പറഞ്ഞേക്കണം, എന്നാൽ വേഗം ലെഫ്റ്റ് ആവാം. അപ്പോൾ ആരും ലെഫ്റ്റ് ആവരുത്. ചിലപ്പോൾ ഉറക്കം വരെ അല്ലെങ്കിൽ അവിടുന്ന് അമ്മായിമ്മ ഫിഷ് ഫ്രൈ ചെയ്യേണ്ട സ്മെല്ല് വരെ ഉണ്ടാവും. മത്തിക്ക് പൊരിക്കേണ്ട സ്മെല്ലുണ്ട് മൂക്കേരി കഴിഞ്ഞാൽ പിന്നെ എന്ത് ക്ലാസ് അല്ലേ. ചിക്കൻ്റെ പൊരിയാണെങ്കിൽ പറയും വേണ്ട, ആ പഞ്ചായത്തിൽ നമ്മളുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നോക്കാം. യു ഷുഡ് ഗോ. നീ പോകരുത് എന്ന് പറയാനോ, അതാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ആദ്യം പറഞ്ഞ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ രണ്ടാമത് പറഞ്ഞ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. യു ഷുഡിൻറ്റ് ഗോ, നീ പോകരുത്. യു ഷുഡിൻറ്റ് ഗോ, നീ പോകരുത്, ചെയ്യാൻ പാടില്ല. ഓക്കെ, യു ഷുഡിൻറ്റ് കം എന്ന് പറയുമ്പോൾ നീ വരരുത്. യു ഷുഡിൻറ്റ് പ്ലേ, നീ കളിക്കരുത്. യു ഷുഡിൻറ്റ് സ്ലീപ്പ്, നീ ഉറങ്ങരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഷുഡ് ഐ, ഷുഡ് യു ആക്കാം, പകരം ഷുഡ് ഐ ആണ് നല്ലത്. ഷുഡ് ഐ ഗോ, ഞാൻ പോകണോ, ഞാൻ പോകണ നിർബന്ധമുണ്ടോ? ഷുഡ് ഐ ഗോ. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, കസിൻ്റെ വീട്ടിൽ, അവളെ മാരേജ് അയച്ച വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ അദ്ദേഹത്തിന് വർക്കിന് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ കഴിയുകയാണെങ്കിൽ നീ മക്കളെയും കൂട്ടി നീ പൊക്കോണ്ടു, ഓട്ടോ ഞാൻ വിളിച്ചു തരാം, നീ പൊക്കോണ്ടു. അത് നിനക്ക് ഡ്രൈവിംഗ് അറിയുകയാണെങ്കിൽ നീ കാറെടുത്ത് പൊക്കോണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. സോ അപ്പം നമുക്കിങ്ങനെ പോകാൻ അദ്ദേഹം ഇല്ലാതായപ്പോൾ പോകാൻ താല്പര്യം കുറവ്. അപ്പോൾ നമ്മൾ പറയണം ഷുഡ് ഐ ഗോ, ഞാൻ പോകണം, പോകണം നിർബന്ധം കേട്ടോ, ഞാൻ പോതിരുന്ന പോലെ എന്ന് വിചാരിക്കോ, അങ്ങനെയൊക്കെ വേണേൽ അർത്ഥം പക്കട്ടോ. ഷുഡ് ഐ ഗോ, ഞാൻ പോകണോ? യെസ്. അതാണ് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണ്? ശ്രദ്ധിക്കുക. ഷുഡിൻറ്റ് ഐ ഗോ, ഞാൻ പോകേണ്ടതില്ലേ, ഞാൻ പോകേണ്ടതില്ലേ, ഞാൻ പോകേണ്ടതില്ലേ. ഓക്കെ, ഇനിയാണ് നമ്മൾ പോസിറ്റീവ് WH ക്വസ്റ്റ്യൻ പറയാൻ പോകേണ്ടത്. ഓക്കെ, യെസ്. എങ്ങനെ പറയാം? വൈ ഷുഡ് ഐ ഗോ, ഞാൻ എന്തിനു പോകണം? വൈ ഷുഡ് ഐ ഗോ, ഞാൻ എന്തിനു പോകണം? വൈ ഷുഡ് ഐ പ്ലേ, ഞാൻ എന്തിനു കളിക്കണം? വൈ ഷുഡ് ഐ കം, ഞാൻ എന്തിനു വരണം? ഞാൻ വരേണ്ട ആവശ്യം എന്താ ആണ് വൈ ഷുഡ് ഐ. ഇനി നമ്മൾ ഷുഡിൻ്റെ ചേർത്തുകൊണ്ട് വൈ ഉപയോഗിച്ച് പറയണമെങ്കിലോ, വൈ ഷുഡിൻറ്റ് ഐ ഗോ, ഞാൻ എന്തുകൊണ്ട് പോകാൻ പാടില്ല? ഇത് പണ്ട് മറ്റേ വിടമാട്ട് പറഞ്ഞ സിനിമ ഇല്ലേ, വിടമാട്ട് പറഞ്ഞ അതിൽ ഡയലോഗ് പോലെ വരും.
എന്താ പറയാ, പിന്നെ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ പോകാൻ പാടില്ലേ എന്ന് പറയും. ഷുഡിന്റ് ഐ ഗോ ടു പർച്ചേസ് ഓർണമെന്റ്സ് ഫോർ അല്ലി? മണിപ്പായിന് ഇംഗ്ലീഷാണ് കേട്ടോ. പിന്നെ ഇനി അടുത്ത് വിടമാട്ടെ എന്നുള്ള ഇംഗ്ലീഷാണ് ഈ കാര്യങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ലേ. തൽക്കാലം അത്ര കേട്ടാൽ മതി. വിടമാട്ട് പറഞ്ഞാല് ഡു യു ലീവ് മി അലോൺ, എത്രയേ ഉള്ളൂ. ഡോണ്ട് യു ലീവ് മി അലോൺ, അതാണ് വിടമാട്ടിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് വരിക. ഇംഗ്ലീഷ് ഇതിന് വേറെ ഫോമുകളുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് കണ്ടോ, ഒന്നുകൂടി പറയാം. യു ഷുഡ് ഗോ, യു ഷുഡിന്റ് ഗോ, ഷുഡ് ഐ ഗോ, ഷുഡിന്റ് ഐ ഗോ. ഇനി വേണമെങ്കിൽ വാക്യം ഓർക്കാൻ വേണ്ടി വേണമെങ്കിൽ ആ സിനിമ ഡയലോഗ് ഓർത്തോളൂ. ഡയലോഗ് ഇങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷ് വൽക്കരിക്കാം. എങ്ങനെ വൽക്കരിക്കാം ശ്രദ്ധിക്കുക. ഷുഡിന്റ് ഐ ഗോ ടു പർച്ചേസ് ഓർണമെന്റ്സ് ഫോർ അല്ലി? ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് പരിഭാഷപ്പെടുത്താം. ഓക്കെ, ഇനി അടുത്തത് വൈ ഷുഡ് ഐ ഗോ, ഞാൻ എന്തിനു പോകണം. പലപ്പോഴും ഈ സിനിമയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ നാടകങ്ങളിലൊക്കെ അത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനിലൊക്കെ പലരും പറയാറുണ്ട് വൈ ഷുഡ് ഐ, വൈ ഷുഡ് ഐ എന്നതിനർത്ഥം, ഇപ്പൊ നമ്മളെടുത്ത ഒരാൾ പറഞ്ഞു യു ഷുഡ് റൈറ്റ് യുവർ എക്സാമിനേഷൻ, നീ പരീക്ഷ എഴുതണം. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് വൈ ഷുഡ് ഐ, ഞാൻ എന്തിനെഴുതണം, എന്തിനാവശ്യം. ഓക്കെ, അല്ലെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, നീ ഡോക്ടറെ കാണണം. നിങ്ങൾ ഫാർമസിസ്റ്റാണ്, അത്യാവശ്യ രോഗങ്ങൾക്കുള്ള മെഡിസിനൊക്കെ നിങ്ങൾക്ക് അറിയാം. പനി വന്നു, പനിക്ക് സാധാരണ ഡോക്ടർമാർ എഴുതുന്ന ആന്റിബയോട്ടിക്സും പിന്നെ പാരസെറ്റമോളിന്റെ ഡോസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളോട് വീട്ടിൽ നിന്ന് ആരോ പറഞ്ഞു യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, നീ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പറയാണ് വൈ ഷുഡ് ഐ, ബിക്കോസ് ഐ ആം എ ഫാർമസിസ്റ്റ്. വൈ ഷുഡ് ഐ, ഞാൻ എന്തിന് ഡോക്ടറെ കാണണം. അവിടെ വൈ ഷുഡ് ഐ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളത് പറയണ്ട. ബാക്കിയുള്ള അതിൻ്റെ കൂടെ ചേർത്തുകാണ്ട് അങ്ങോട്ട് അർത്ഥം ഈ സംഭാഷണം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഓക്കെ, വൈ ഷുഡ് ഐ, യെസ്. കണ്ടോ എത്ര സാധ്യതയാണ് ഇതൊക്കെ വരേണ്ടത്. ഞാൻ പറഞ്ഞ 24 ശരിക്കും 24 അതിൻ്റെ മേലേക്ക് ഉണ്ട്, പക്ഷെ 24 ചുരുക്കം നമുക്ക് കേട്ടോ മാക്സിമം. അതിൻ്റെ സമയം കിട്ടുമെന്ന് അറിയില്ല. അപ്പം 24ന്റെ അടിയിൽ ഈ ഷുഡൊക്കെ വരും. ഷുഡ് ഇനി ക്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ ക്യാൻ്റെ അർത്ഥം? കഴിയും. യു ക്യാൻ ഗോ, നിനക്ക് പോകാൻ കഴിയും. യു കാണ്ട് ഗോ, നിനക്ക് പോകാൻ കഴിയൂല, നിനക്ക് പോകാൻ പറ്റൂല, നിനക്ക് പോകാൻ പറ്റൂല. യു കാണ്ട് ഗോ. അപ്പൊ നമ്മൾ ചോദിക്കണം ക്യാൻ ഐ ഗോ, എനിക്ക് പോകാൻ പറ്റുമോ? ക്യാൻ ഐ ഗോ, കാൻഡ് ഐ ഗോ, എനിക്ക് പോകാൻ പറ്റില്ലേ, പറ്റൂലേ. കാരണം നെഗറ്റീവ് സ്വർണ്ണ ക്വസ്റ്റ്യൻ, അത് ഞാൻ പറയുമ്പോൾ ഓർമ്മയിൽ വരണം കേട്ടോ. കാൻഡ് ഐ ഗോ, എനിക്ക് പോകാൻ പറ്റൂലേ. ഓക്കെ, ഹൗ ക്യാൻ ഐ ഗോ, എനിക്ക് എങ്ങനെ പോകാൻ കഴിയും. ഹൗ ക്യാൻ ഐ ഗോ ടു ദാറ്റ് സെമിട്രി അറ്റ് മിഡ് നൈറ്റ്, എനിക്ക് അർദ്ധരാത്രി എങ്ങനെ ആ സെമിത്തേരിക്ക് പോകാൻ കഴിയും. ഓക്കെ, മനസ്സിലായല്ലോ. കാര്യങ്ങൾ സിമ്പിളാണ്. ഇനി വൈ വെച്ചാണെങ്കിൽ നമുക്ക് പറയാം വൈ ക്യാൻ ഐ ഗോ. അവിടെ വൈയേക്കാൾ നല്ലത് ഹൗ ആണ്. ഹൗ ക്യാൻ ഐ ഗോ ഓർ ഹൗ വൈ ക്യാൻ ഐ ഗോ, എനിക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് വാക്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു, 8 മിനിറ്റായി. ക്ലാസ് ആരംഭിച്ചിട്ട് 10 മിനിറ്റുമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഷിൻ്റെയും മറ്റൊക്കെ സ്മെല്ല് വരുന്നുണ്ടാവും. അപ്പം ഇനി ക്ലാസ് ഇങ്ങനെ ഇപ്പം തന്നെ എണ്ണം കുറഞ്ഞ സംശയമുണ്ട്, എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ തൽക്കാലം ക്ലാസ്സാണ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞത് മറക്കരുത്, പ്രാക്ടീസ് ചെയ്യാം. ഇതുകൊണ്ട് കാര്യമുള്ളൂ, പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കലും നീന്തൽ പഠിക്കലും ഒരേ മാതിരിക്കാണ് എന്ന് പറഞ്ഞ് നീന്തൽ നീന്തി പഠിക്കണം. ബുക്കിലൂടെ നീന്തൽ പറയുന്നത് ആളെ കുളത്ത് കൊണ്ട് നല്ലിട്ട് എന്തുണ്ടാവുക, 5 മിനിറ്റ് കൊണ്ട് 3 കാര്യം തീരുമാനമാവും. 1 മൊബൈൽ റീചാർജ് ചെയ്യണം, 2 മൈക്ക് പെർമിറ്റ് എടുക്കണം, 3 ശ്മശാനം പള്ളിക്കാട്ടിലേക്ക് കുഴി ബുക്ക് ചെയ്യണം. കാര്യം മനസ്സിലായല്ലോ? ആള് മരിക്കുന്ന ഉറപ്പാണ്. അതേപോലെയാണ് ബുക്കിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ്, പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. സോ
ഇരിക്കും, ഫ്രീ ടൈം ഉണ്ടാവൂലേ കേട്ടോ, ആ യൂട്യൂബിലെ ഷോർട്ട് വീഡിയോ കാണുന്നതിന് പകരം ഇതൊക്കെ ചെയ്തോ, കാര്യത്തിൽപ്പെടും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് തോന്നുന്ന മാക്സിമം ആൾ എത്തിയിട്ടുണ്ട് ക്ലാസ്സിന്. ആരും ലീവായി ലെഫ്റ്റായി പോയിട്ടുമില്ല. ഇന്ന് പരമാവധി എത്തിയിരിക്കുന്ന ക്ലാസ്സിൽ കേട്ടോ. സോ നമുക്ക് ഇന്ന് ക്ലാസ്സോടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയ കാര്യങ്ങൾ പറയും. ഞാൻ ക്ലാസ്സിന് അല്പം ഒന്ന് സ്പീഡ് കൂട്ടിയാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ട് എനിക്ക് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമുക്കത് വേണ്ടത് എന്ത് ചെയ്യാം, നമുക്ക് കൈകാര്യം ചെയ്യാം. ക്ലാസ് ഒന്ന് സ്പീഡ് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ക്ലാസ് ആയല്ലോ. അപ്പം ഇങ്ങനെ കുറച്ചൊക്കെ സ്പീഡ് കൂട്ടി വരാം. കാരണം നമ്മുടെ മൈൻഡും ഇതിനോട് ഇങ്ങനെ ഇണങ്ങി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.